നിങ്ങൾ കുട്ടികൾ ധ്യാനെ കണ്ടപ്പോൾ നിങ്ങൾ ഇവരെ സീനിയർ ആക്ടേഴ്സിനെ ഒക്കെ കണ്ടപ്പോൾ നിങ്ങൾ എങ്ങനെ ബിഹേവ് ചെയ്തു? തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഒരു കള്ളം സമർത്ഥിക്കാൻ 9 കള്ളങ്ങൾ കണ്ടെത്തേണ്ടി വരും. നിങ്ങളെ 3 പേരും ഒരു സീനിയർ ആക്ടേഴ്സ് ആണ്. ഇവരിപ്പോ കണ്ടോ, പിള്ളേര് കണ്ടോ, പുതിയ തലമുറ, ചിന്തിക്കുന്ന തലമുറ. താൻ അറിയാത്ത എന്തെല്ലാം കാര്യങ്ങളിൽ ലോകത്തുണ്ടോ? സിനിമയിലല്ലോ ഇപ്പൊ ഡിജിറ്റൽ യുഗമല്ലേ. അതെ, നമ്മള് യൂട്യൂബ്, ഇത് ഇൻസ്റ്റാഗ്രാം. നമ്മളെ ഇൻസ്റ്റാഗ്രാം റീൽസ് എന്ന് പറയുന്നത് നമ്മള് അല്ലേ, അത് വേറെ വേറെ യൂണിവേഴ്സ് ആണ്. ഓരോ മനുഷ്യനിലും അന്തർലീനമായ ഓരോ കഴിവുകളുണ്ട്. നമ്മള് സിനിമ ഇപ്പൊ സത്യം പറഞ്ഞ സിനിമ, യൂട്യൂബ്, ഇൻസ്റ്റ, ഇങ്ങനെയാണ്. കുഴപ്പമൊന്നുമില്ലെങ്കിൽ അതെ, അല്ലെങ്കിൽ അല്ല. ഓ, അത് ഞാൻ അറിഞ്ഞില്ല. ഇങ്ങനെ ഇരുന്ന് ഇവര് താഴോട്ടിറങ്ങി ഞങ്ങളുടെ കൂടെയൊക്കെ സിനിമ ചെയ്തല്ലോ. അതിച്ചിരി കൂടുതലല്ലേ? ഇവന്റെ ഇപ്പൊ കഥകൾക്ക് ഓതന്റിസിറ്റി ഇല്ല, അതുകൊണ്ട് എന്ത് വേണമെങ്കിലും പറഞ്ഞു. അങ്ങനെയല്ല, ധ്യാൻ നല്ല കുട്ടി, അവനുള്ള കാര്യങ്ങൾ ഉള്ളതുപോലെ പറയുന്ന എന്തൊരു നിഷ്കളങ്കൻ എന്നാണ് എല്ലാരും പറയണത്. 1,00,000 കാണും ഇതുപോലൊരു ഐറ്റം. ഒന്ന് എഴുന്നേറ്റ് ബഹുമാനിക്ക്. ഞങ്ങൾ ഇതുപോലെ കാണുന്ന ദീപകിന്റെ വീട്ടിൽ വന്ന് തിര കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു ദിവസം ദീപകിന്റെ അടുത്തേക്ക് ഇറങ്ങിയപ്പോ ഇവനുണ്ട് അവിടെ. പിന്നെ ഞങ്ങളൊരു യാത്രയൊക്കെ പോയി, അന്ന് അറിയാവുന്നതാണ്. അന്ന് ഐസ് ബ്രേക്ക് ചെയ്തു. അതെ, പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഒരുമിച്ച് സിനിമകൾ ചെയ്യുന്നത്. സിനിമ ചെയ്യാനായിട്ട് ഇപ്പോഴാണ്. അവര് ഭയങ്കര ഫ്രണ്ട്സാ. ദീപക്കും അല്ലേ, അവര് കോഴിയാണ്. ദൈവമേ, ശത്രുക്കൾക്ക് പോലും എന്തൊരു ഗതി കൊടുക്കരുത്. അതിപ്പോ ഓരോ കീഴ്വഴക്കങ്ങളാവുമ്പോ ഞാൻ പോയിട്ട് നാളെ വരാം.